നമസ്കാരം. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വിസ്മയകരമായ ഒരു കണ്ടെത്തലിലൂടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വീണ്ടും ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രപഞ്ച ചരിത്രത്തിൽ ഇന്നുവരെ നിരീക്ഷിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും അകലെയുള്ള ഗാലക്സിയെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. MOM Z14 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗാലക്സി മഹാവിസ്ഫോടനത്തിന് വെറും 280 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടതാണെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. മനുഷ്യൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൂരെയുള്ള ഈ കാഴ്ച പ്രപഞ്ചത്തിന്റെ ആദ്യകാല പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ പാടെ തിരുത്തി കൊടുക്കുന്നതാണ്. മുൻപ് പ്രവചിക്കപ്പെട്ടിരുന്നതിനേക്കാൾ തിളക്കമുള്ളതും രാസഘടകങ്ങളാൽ സമ്പന്നവുമാണ് ഈ പുതിയ ഗാലക്സി. ഇത് ജ്യോതിശാസ്ത്രജ്ഞരെ ഒരുപോലെ ആവേശഭരിതരും വെല്ലുവിളികൾ നേരിടുന്നവരുമാക്കി മാറ്റും. ഈ കണ്ടെത്തലിന് നേതൃത്വം നൽകിയ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകനായ രോഹൻ നായിഡുവിൻ്റെ അഭിപ്രായത്തിൽ ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ സഹായത്തോടെ മനുഷ്യചരിത്രത്തിൽ ആദ്യമായി പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് ഇത്രയധികം ദൂരം നോക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ശാസ്ത്രീയ പ്രവചനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ ചിത്രങ്ങളിൽ നിന്ന് ഗാലക്സികളിലേക്കുള്ള ദൂരം കണക്കാക്കാമെങ്കിലും സ്പെക്ട്രോസ്കോപ്പി പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അത് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജനീവ സർവകലാശാലയിലെ പാസ്കൽ ഓഷ് വ്യക്തമാക്കുന്നു. MOM Z40 നിന്നുള്ള പ്രകാശം ഏകദേശം 13.5 ബില്യൺ വർഷങ്ങൾ സഞ്ചരിച്ചാണ് ഭൂമിയിൽ എത്തിയിരിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിന്റെ പ്രഭാതകാലത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള അറിവുകൾ നമുക്ക് നൽകുന്നു. MOM Z14 എന്ന ഗാലക്സിയുടെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന സൂചനകൾ വിസ്മയിപ്പിക്കുന്നതാണ്. ഈ ഗാലക്സിയിൽ നൈട്രജന്റെ അംശം വളരെ ഉയർന്ന അളവിൽ കാണപ്പെടുന്നു. പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്ത് തന്നെ വേഗത്തിൽ നക്ഷത്രങ്ങൾ രൂപപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണിത്. നിലവിലുള്ള സൈദ്ധാന്തിക മാതൃകകളും യഥാർത്ഥ നിരീക്ഷണങ്ങളും തമ്മിൽ വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട് എന്നും ഗവേഷണ സംഘത്തിലെ അംഗമായ ജേക്കബ് ഷെൻ ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഗാലക്സികൾ പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും അവയെല്ലാം തന്നെ സങ്കീർണമായ ഘടനയുള്ളവയായിരുന്നുവെന്നും ഈ കണ്ടെത്തൽ തെളിയിക്കുന്നു. പുരാവസ്തു ഗവേഷകർ ഫോസിലുകളെ പഠിക്കുന്നത് പോലെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് പുരാതന നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും നിരീക്ഷിച്ച് പ്രപഞ്ചത്തിന്റെ ചരിത്രം പുനർനിർമ്മിക്കുകയാണ്. ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ ഈ കണ്ടെത്തൽ ജ്യോതിശാസ്ത്രത്തിലെ പുതിയൊരു യുഗത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതുവാൻ ഈ വിവരങ്ങൾ സഹായിക്കും. നമ്മുടെ സ്വന്തം ഗാലക്സിയിലെ പഴയ നക്ഷത്രങ്ങളിൽ കാണപ്പെടുന്ന അതേ രാസസവിശേഷതകൾ കോടിക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഈ പുരാതന ഗാലക്സിയിലും കാണപ്പെടുന്നു എന്നത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നും അത് എങ്ങനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് പരിണമിച്ചു എന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള യാത്രയിൽ MOM Z14 ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ രഹസ്യ ചുരുളുകൾ ഓരോന്നോരോന്നായി അഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമൈ TV.